ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, സുഖമാണോ എല്ലാവർക്കും? കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചോ? എന്താ ടീച്ചർ പറഞ്ഞത്? പാഠഭാഗം നമ്മൾ 12ാമത്തെ പാഠം പഠിച്ചു തുടങ്ങിയായിരുന്നു ഇല്ലേ? പഠിച്ചത്രയും ഭാഗം നന്നായിട്ട് വായിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ 2 ചോദ്യത്തിൻ്റെ ഉത്തരം നോട്ടിൽ എഴുതി വെക്കണം, അത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ചെയ്തോ എല്ലാവരും? ചെയ്തു അല്ലേ? മിടുക്കരാണ് കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ ഇനി ബാക്കി ഭാഗം 12ാമത്തെ പാഠത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കുവാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, വേണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണടച്ച് നിൽക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കാരുണ്യത്തിന് മുൻപിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ നന്മകളും അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ച് നൽകുന്നതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നല്ല ഈശോയെ, ജീവിതത്തിൽ എപ്പോഴും ഞങ്ങളുടെ സഹോദരങ്ങളിൽ അങ്ങയെ കണ്ടുകൊണ്ട് അവരെ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെ പൂർണ്ണമായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ഇരുന്നോളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചു തുടങ്ങിയത്? 12ാമത്തെ പാഠത്തിൻ്റെ പകുതി ഭാഗം പഠിച്ചു നിർത്തിയപ്പോൾ എന്താ നമ്മൾ പഠിച്ചു തുടങ്ങിയത്? എന്തിനെക്കുറിച്ചാ? ഈശോ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈശോ പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണത്? സ്നേഹത്തെക്കുറിച്ചാ അല്ലേ? സ്നേഹത്തെക്കുറിച്ച്. ഏതൊക്കെ തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പഠിച്ചത്? ദൈവസ്നേഹത്തെക്കുറിച്ചും സഹോദര സ്നേഹത്തെക്കുറിച്ചും. കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതെ ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറയാനുള്ള അവകാശമില്ല. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ മനസ്സോടുകൂടി, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെയും നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം. അങ്ങനെയാണ് പഠിച്ചത് അല്ലേ? നമ്മൾ സഹോദരങ്ങളെയൊക്കെ സ്നേഹിക്കും, നമ്മൾക്ക് എല്ലാവരോടും താല്പര്യമാണ്, ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ സ്നേഹത്തിന് ചില പ്രത്യേകതകളുണ്ട്. എന്താ പ്രത്യേകത? നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ തിരിച്ച് സ്നേഹിക്കുക. അങ്ങനെയല്ലേ? നമ്മളോട് ഒരാൾക്ക് സ്നേഹമുണ്ട്, നമ്മളോട് ഒരാൾക്ക് ഇഷ്ടമാണ്, വഴക്കൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരി, ക്ലാസ്സിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആള് എന്നോട് നല്ല കൂട്ടാണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കും. എന്നോട് അവന് നല്ല കൂട്ടാണ്, അതുകൊണ്ട് ഞാനും തിരിച്ച് സ്നേഹം അവനോട് കാണിക്കും, അവളോട് കാണിക്കും. അങ്ങനെയല്ലേ? അതെ. പക്ഷേ അങ്ങനെയാണോ വേണ്ടത്? നമ്മൾ സാധാരണ കുട്ടികളാണ് നിങ്ങളെല്ലാവരും, പിണങ്ങിയിരിക്കുന്ന പരിപാടി ഉണ്ടല്ലേ? സ്കൂളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ചെറിയൊരു പിണക്കങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ പിണങ്ങിയിരിക്കുന്ന സമയത്ത് അവൻ എന്നോട് പിണക്കുവാണ്, അതുകൊണ്ട് ഞാൻ അവനോട് മിണ്ടത്തില്ല. അങ്ങനെയുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിലുണ്ടാവും. പക്ഷെ ഈശോ നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെയാണോ? ഈശോ നമുക്ക് എങ്ങനെയാ പറഞ്ഞു തന്നത്? എങ്ങനെയാ പറഞ്ഞു തന്നേ? പിണങ്ങിയിരിക്കുന്നവരോട്, ഇങ്ങോട്ട് പിണങ്ങുന്നവരോട് തിരിച്ച് പിണങ്ങിക്കോളാനാണോ ഈശോ പറഞ്ഞു തന്നത്? അല്ലല്ലോ. എന്താ ഈശോ പറഞ്ഞു തന്നത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43-44 വാക്യങ്ങളിൽ നമ്മൾ കാണുവാണ്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എന്താ വേണ്ടത്? ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളോട് പിണങ്ങിയിരിക്കുന്നവരോട്, അല്ലെങ്കിൽ നമ്മളോട് താല്പര്യക്കുറവുള്ളവരോട് നമ്മൾ പിണങ്ങിയിരിക്കുക, അല്ലെങ്കിൽ അവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ലല്ലോ. അല്ല. പിന്നെ എന്ത് ചെയ്യണം? ശത്രുക്കളെ സ്നേഹിക്കണം. നമ്മളോട് പിണക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മുഷ്ടിലോ എന്തെങ്കിലും ഒരു ദേഷ്യമോ ഒക്കെ ഉള്ള ഒരാളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അവരോട് പിണക്കം വെച്ച് പുലർത്തരുത്. പിന്നെ എന്നാ ചെയ്യണം? അവരെ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കാനും അവരോട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനും അവരോട് എപ്പോഴും ഒരു സൗഹൃദത്തിലായിരിക്കാനും നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ ഈശോ നമ്മളെ അതാ പഠിപ്പിച്ചു തന്നത്. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാ ഈശോ പഠിപ്പിച്ചത്. ഈശോ നമ്മളെ വെറുതെ അത് പറഞ്ഞു പഠിപ്പിക്കുകയല്ല ചെയ്തത്. പിന്നെ എന്നാ ഈശോ ചെയ്തേ? ഈശോ ഇങ്ങനെ പരസ്യജീവിത കാലത്ത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു തന്നിട്ട്, വെറുതെ പറഞ്ഞു തന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി, അത് മാത്രമാണോ ഈശോ ചെയ്തത്? അല്ലല്ലോ. അല്ല. ഈശോ നമ്മൾക്ക് പറഞ്ഞു തരുക മാത്രമല്ല, കാണിച്ചു തരുക ചെയ്തേ. എങ്ങനെയാ ഈശോ കാണിച്ചു തന്നേ? എങ്ങനെയാ കാണിച്ചു തന്നെ ശത്രുക്കളെ സ്നേഹിക്കുന്നത്? സ്വന്തം ജീവിതം കൊണ്ട് ഈശോ നമുക്ക് കാണിച്ചു തന്നു. ഈശോ എങ്ങനെയാ അത് നമുക്ക് കാണിച്ചു തന്നെ? ശത്രുക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ശത്രുക്കളോടുള്ള മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഈശോ നമ്മൾക്ക് കാണിച്ചു തന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. മക്കൾ ഇങ്ങോട്ട് നോക്കിക്കേ. യേശുവിനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻപുറത്തു നിന്ന് വരികയായിരുന്ന കുറേന ഗ്രാമനിവാസിയായ ശീമോൻ എന്നയാളിനെ സൈനികർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടത്തി. ഒരു വലിയ ജനാവലി അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ യേശുവിനു വേണ്ടി വിലപിക്കുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന സ്ത്രീകളുമുണ്ടായിരുന്നു. യേശു തിരിഞ്ഞ് അവരോട്, ജെറുസലേം പുത്രിമാരെ, എനിക്ക് വേണ്ടി കരയേണ്ട, നിങ്ങൾക്കായും നിങ്ങളുടെ മക്കൾക്കായും കരയുക. എന്തുകൊണ്ടെന്നാൽ
വന്ധികളും പ്രസവിച്ചിട്ടില്ലാത്തവരും മുല കുടിപ്പിച്ചിട്ടില്ലാത്തവരും സൗഭാഗ്യവതികളെന്ന് നിങ്ങൾ പറയുന്ന കാലം വരുന്നു. അന്നു ജനം മലകളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുക എന്നും പറയും. പച്ച മരത്തോട് മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഉണങ്ങിയതിനെന്തായിരിക്കും സംഭവിക്കുന്നത്? കുറ്റവാളികളായ 2 പേരെ കൂടെ അദ്ദേഹത്തോടൊപ്പം വധിക്കാൻ കൊണ്ടുപോയി. തലയോട്ടിയുടെ സ്ഥലമെന്നർത്ഥമുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അവർ യേശുവിനെ മധ്യത്തിലും കുറ്റവാളികളിൽ ഒരാളെ അദ്ദേഹത്തിന്റെ വലത്തും മറ്റേയാളെ ഇടത്തുമായി ക്രൂശിച്ചു. അപ്പോൾ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്താണെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം സൈനികർ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നറുക്കിട്ട് വീതിച്ചെടുത്തു. ജനങ്ങൾ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിന്നു. അധികാരികളാകട്ടെ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട്, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇയാൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവെങ്കിൽ സ്വയം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. സൈനികരും അടുത്തു വന്ന് അദ്ദേഹത്തെ നിന്ദിച്ച് അവർ അദ്ദേഹത്തിന് പുളിച്ച വീഞ്ഞു കൊടുത്തുകൊണ്ട്, നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ഇദ്ദേഹം യഹൂദന്മാരുടെ രാജാവ് എന്നൊരു കുറ്റപത്രം ക്രൂശിൽ യേശുവിന്റെ ശിരസിന് മീതെ വച്ചിരുന്നു. ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാൾ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചു. മറ്റേ കുറ്റവാളി അയാളെ ശാസിച്ചുകൊണ്ട്, തുല്യ ശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നത് ന്യായമായിട്ട് തന്നെ. നമ്മുടെ പ്രവൃത്തികൾക്ക് അനുയോജ്യമായതല്ലോ നമുക്ക് കിട്ടിയത്. ഈ മനുഷ്യനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അയാൾ, യേശുവേ, അങ്ങ് രാജാവായി മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണേ എന്നപേക്ഷിച്ചു. യേശു അയാളോട്, ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും നിശ്ചയം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം മധ്യാഹ്നമായിരുന്നു. സൂര്യൻ ഇരുണ്ടു പോയതുകൊണ്ട് 3 മണിവരെ ദേശത്തെല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചു. ദൈവാലയത്തിലെ തിരശ്ശീല 2ആയി ചീന്തിപ്പോയി. കണ്ടോ നിങ്ങള്? എന്താ നമ്മൾ കണ്ടത്? ഗാഗുൽത്താ മലയിലെ ഈശോയുടെ കുരിശുമരണം അല്ലെ? ആ സമയത്ത് ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമുക്കറിയാം അല്ലെ? ഒരു തെറ്റും ചെയ്യാത്ത ഈശോയെ കുരിശിൽ തറച്ചു. അപ്പോ എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നോട് ഇത് ചെയ്തു എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ പിതാവിനോട് ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഈശോ വേറൊരാളെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ വേറൊരാളുടെ മേലെ ആ പഴി ചാരുന്നതല്ല നമ്മൾ കണ്ടത്. പിന്നെ എന്താ ചെയ്തത്? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നാ പിതാവിനോട് പ്രാർത്ഥിച്ചത്. ലൂക്കായുടെ സുവിശേഷം 23:34 നമ്മൾ കാണുന്നു, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതായത് ഒരു തെറ്റും ചെയ്യാതെ കുരിശിൽ തറച്ച വ്യക്തികളുടെ നേരെ ഈശോ കാണിച്ച മനോഭാവം അതാണ്. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും എന്നെ ഉപദ്രവിച്ചവരോട് പൂർണ്ണമായി ക്ഷമിക്കാനുള്ള മനോഭാവം അല്ലേ? പൂർണ്ണമായി ക്ഷമിക്കാനുള്ള മനോഭാവം എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന് ചിന്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടു കൂടി എൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റിന്റെ ആഴം അല്ലെങ്കിൽ ആ തെറ്റ് എത്ര വലുതാണ് എന്ന് അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ചിന്തയോടുകൂടി അവരോട് ക്ഷമിക്കണമെന്നാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അതായത് ശത്രുക്കളെ പോലും സ്നേഹിച്ചുകൊണ്ട് ശത്രു സ്നേഹത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ഈശോ നമുക്ക് കാണിച്ചു തന്നു അല്ലേ? എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ കുരിശിൽ തറച്ചു, ദൈവമേ അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കണേ. അങ്ങനെയല്ലേ നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? മാനസികമായ രീതിയിൽ ചിന്തിച്ചാൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മൾ ഒരാൾ വല്ലാതെ ഉപദ്രവിച്ചു, നമ്മൾ മനസ്സുകൊണ്ട് എന്ത് വിചാരിക്കും? ദൈവമേ അവരോട് ക്ഷമിക്കണമേ എന്ന് സാധാരണക്കാർക്ക് ആർക്കും, നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റിയില്ലെന്ന് വരും അല്ലേ? സാധിച്ചില്ലെന്ന് വരും.
പക്ഷെ ഈശോ നമുക്ക് പറഞ്ഞു തരുവാണ്, ഒരു തെറ്റും ചെയ്തോ ഇല്ലയോ, നമ്മളെ ഉപദ്രവിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഉപദ്രവിക്കുന്ന വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മളെ മറ്റേതെങ്കിലും തരത്തിലുള്ള മുറിപ്പെടുത്തുന്ന വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ദേഹോപദ്രവം ആയിരിക്കില്ല, ചിലപ്പോൾ മാനസികമായ മുറിവുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വേദനകളായിരിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് വേറൊരാൾ തന്നു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടണമേ, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഫലം അനുഭവിക്കണമേ, അവരതിൻ്റെ ഫലം അവർക്ക് ലഭിക്കട്ടെ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നു പോയാലും അത് തിരുത്താൻ നമ്മൾ തയ്യാറാവണം. പിന്നെ എന്ത് ചെയ്യണം? അവര് അതിൻ്റെ ഫലം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എൻ്റെ ദൈവമേ അവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ക്ഷമിക്കാനുള്ള മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അതായത് നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല അല്ലേ, സ്വന്തം ജീവൻ അല്ലെങ്കിൽ സ്വന്തം ജീവൻ ബലിയായി നൽകേണ്ട സാഹചര്യത്തിൽ ഉപദ്രവിച്ചവരോട് പൂർണ്ണമായി ക്ഷമിക്കുന്ന, അല്ലെങ്കിൽ ശത്രുക്കളോട് പൂർണ്ണമായി ക്ഷമിച്ച് അവരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം ഈശോയിലല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈശോയിൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ എത്ര നേതാക്കന്മാർ, എത്ര ഉന്നതരായ വ്യക്തികൾ ഉണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് സ്വന്തം ജീവൻ മുറിച്ച് നൽകേണ്ട സാഹചര്യത്തിലും അല്ലെങ്കിൽ തന്നെ ഉപദ്രവിച്ചവരോട്, തെറ്റ് ചെയ്യാതെ തന്നെ ഉപദ്രവിച്ചവരോട് പൂർണ്ണമായി ക്ഷമിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് നന്മ വരാൻ വേണ്ടി ആഗ്രഹിക്കാൻ, ഹൃദയം തുറന്ന് അവരെ സ്നേഹിക്കാൻ ഈശോയിലൂടെ മാത്രമേ നമുക്കത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. വേറെ ഒരാളും ഒരിക്കലും സ്വന്തം ജീവൻ നൽകി മറ്റു വ്യക്തികളെ സ്നേഹിച്ച ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വന്തം ജീവൻ നൽകി മനുഷ്യരെ സ്നേഹിച്ച ഒരേ ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ ഈശോ അല്ലേ? അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എങ്ങനെയായിരിക്കണം? നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകി ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം, വേണ്ടേ? അപ്പൊ ഈശോ പറയുന്ന വാക്കുകൾ നമ്മൾ അനുസരിക്കണ്ടേ? അങ്ങനെയല്ലേ? ഈശോ പറയുന്ന വാക്കുകളും നമ്മൾ കൃത്യമായി അനുസരിക്കണം. ശത്രുക്കളെ സ്നേഹിക്കുവിനെന്ന് ഈശോ നമ്മളോട് പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ അത് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം എന്താണ്? ഈശോ നമുക്ക് കാണിച്ചു തന്നത് അതാണ്, ഈശോയുടെ ജീവിതം കൊണ്ട് അല്ലേ? ഈശോ നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ എങ്ങനെയാണ് ശത്രുക്കളെ സ്നേഹിക്കേണ്ടതെന്ന് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചു നോക്കാം അല്ലേ? വായിച്ചു നോക്കാം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതലുള്ള വചനങ്ങൾ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ എന്താ ഇവിടെ കണ്ടത്? ഉപദ്രവിക്കുന്നവരെ തിരിച്ചുപദ്രവിക്കുന്നവരാവരുത്. അതല്ല ഈശോ നമ്മളോട് വചനത്തിലൂടെ പറഞ്ഞു തന്നത്. ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കുന്നതിലല്ല നമ്മൾ നന്മ കാണേണ്ടത്. പിന്നെയോ ഉപദ്രവിക്കുന്നവരെ, നമ്മളെ ദ്വേഷിക്കുന്നവരെ, നമ്മളെ പരിഹസിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സങ്കടങ്ങൾ നൽകുന്നവരെ, അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരോട് പൂർണ്ണ ഹൃദയത്തോടു കൂടി, മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ അങ്ങനെയല്ല, പൂർണ്ണ ഹൃദയത്തോടു കൂടി അവരോട് ക്ഷമിക്കാനും അവരെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കാനുമാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ അവരോട് പിണക്കം വെച്ച് പുലർത്താനോ അവരോട് ദേഷ്യത്തോടു കൂടി കൂടുതലായിട്ട് പെരുമാറാനോ അല്ല. നമ്മൾ പഠിക്കുന്നുണ്ട്, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾക്കറിയാം അല്ലേ? അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ അതിനകത്തൊരർത്ഥമുണ്ട്. എന്താ ആ അർത്ഥം? നമ്മുടെ കടക്കാരോട് അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടും ക്ഷമിക്കുകയുള്ളൂ അല്ലേ? അപ്പൊ ക്ഷമിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ? അല്ലേ? അതെ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ കടങ്ങൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാവുന്ന ചില തെറ്റുകൾ ദൈവം ക്ഷമിക്കണമെങ്കിൽ എന്തു ചെയ്യണം? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമ പുലർത്തുന്നവരായിട്ട് മാറണം, ക്ഷമിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. മറ്റുള്ളവരെ എപ്പോഴും സ്നേഹിക്കുന്നവർ, ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കുന്നവരായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതായത് ശത്രു സ്നേഹത്തിൻ്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ശത്രു സ്നേഹം എന്ന് പറയുമ്പോൾ ശത്രുക്കളെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ ഒരു വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, വേണ്ടേ? അപ്പോൾ അത് കേൾക്കുമ്പോഴേ, ആ ഒരു വചനഭാഗം, ആ പ്രാർത്ഥന കേൾക്കുമ്പോഴേ നമുക്കറിയാം നമ്മുടെ ശത്രുക്കളോട് നമ്മൾ ക്ഷമിക്കേണ്ടത്
വളരെ അത്യാവശ്യമാണ് അല്ലെ. നമ്മുടെ സഹോദര സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ദൈവം വിലയിരുത്തുന്നത്. ദൈവസ്നേഹത്തിലുപരി ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സഹോദരങ്ങളെ സ്നേഹിക്കണം നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ സഹോദരങ്ങളെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കുന്നുണ്ടോ, നമ്മുടെ മനോഭാവം എങ്ങനെയെന്ന് ദൈവം നോക്കുന്നുണ്ട് ഇല്ലേ. നമ്മളെ കാണുന്നുണ്ട്, ഓരോ നിമിഷവും നമ്മുടെ ദൈവം നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ തെറ്റ് പറ്റിപ്പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. തെറ്റ് പറ്റിപ്പോകും, മനുഷ്യരാണ് അല്ലേ, തെറ്റുകൾ പറ്റിപ്പോകും. പക്ഷെ ക്ഷമിക്കുക എന്നുള്ളത് ദൈവം തരുന്നതാണ് ആ ഒരു കഴിവ്, അല്ലെങ്കിൽ ദൈവികമായ ഒരു കാര്യമാണ് ക്ഷമ എന്നത്. എല്ലാവർക്കും അത് സാധിച്ചില്ലെന്ന് വരും. ദൈവത്തിൽ നിന്ന് പ്രത്യേക അനുഗ്രഹം ലഭിച്ചവർക്കാണ് ക്ഷമിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവുക. അതുകൊണ്ട് മക്കൾ എന്നാ ചെയ്യണം? പൂർണ്ണമായിട്ടും ക്ഷമിക്കാൻ, ഉപദ്രവിക്കുന്നവരോട് പൂർണ്ണമായും ക്ഷമിക്കാൻ, അവരെ ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കാൻ, അവരോട് സ്നേഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. കാരണം നമ്മൾ തിരിച്ചറിയണം, മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാവുന്നത്. കാരണം എന്താണ്? ഈശോ എന്താ നമുക്ക് കാണിച്ചു തന്നെ? ക്ഷമിക്കുന്ന സ്നേഹമാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത് ഇല്ലേ. ക്ഷമിക്കുന്ന സ്നേഹമാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മളും ക്ഷമിച്ച് നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹിക്കുമ്പോൾ, നമ്മളെ ഉപദ്രവിച്ചവരെയോ നമ്മളെ വേദനിപ്പിച്ചവരെയോ അവരോടൊക്കെ നമ്മൾ ക്ഷമിച്ച്, പൂർണ്ണ മനസ്സോടുകൂടി ക്ഷമിച്ച് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മൾ ഈശോയെ പോലെ ആയിത്തീരുന്നു അല്ലെ. ഈശോയുടെ സ്നേഹത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമല്ലേ ചെയ്യുന്നേ? അതെ. അപ്പൊ അതുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി ക്ഷമിച്ച് സ്നേഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്? ഒരു വീഡിയോ അല്ലെ. അന്ത്യത്താഴ സമയത്ത് ഈശോ എന്ത് മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്? എന്ത് മാതൃകയാണ് കാണിച്ചു തന്നേ? വിനയത്തിന്റെ മാതൃക. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അല്ലെ, അവരെ സ്നേഹം എന്നൊരു പുതിയ കൽപ്പന അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ പ്രമാണങ്ങളും, പഴയ നിയമത്തിലൂടെ ദൈവം നൽകിയ പ്രമാണങ്ങളെല്ലാം, അതായത് 10 പ്രമാണങ്ങളും ഈശോ പഠിപ്പിച്ചു പരസ്യ ജീവിതകാലത്തിൽ. അത് അനുസരിക്കണമെന്ന് പഠിപ്പിച്ചു അല്ലേ. അപ്പൊ ഈ 10 പ്രമാണങ്ങൾ അനുസരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം കേന്ദ്രമായ കാര്യം ഒരേ ഒരു കാര്യമാണെന്നാണ് ഈശോ പഠിപ്പിച്ചത്. എന്താണ്? സ്നേഹം അല്ലെ. ഈശോ എന്താ പറഞ്ഞത് ശിഷ്യന്മാരോട്? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വചനങ്ങളിൽ നമ്മൾ കാണുവാണ്, ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു. എന്താ പുതിയ കൽപ്പന? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. എങ്ങനെയാ സ്നേഹിക്കണ്ടേ? ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഈശോ എങ്ങനെയാ സ്നേഹിച്ചത് നമുക്കറിയാം. എങ്ങനെയാ സ്നേഹിച്ചേ? പൂർണ്ണമായി ക്ഷമിച്ച് സ്നേഹിച്ചു. പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ലാതെ പൂർണ്ണ ഹൃദയത്തോടുകൂടി എല്ലാവരെയും സ്നേഹിച്ചു അല്ലെ. പിതാവിന്റെ ഇഷ്ടങ്ങൾക്ക് പൂർണ്ണമായി വഴങ്ങി അല്ലെ. അങ്ങനെയാണ് ഈശോ എല്ലാവരെയും സ്നേഹിച്ചത്. പൂർണ്ണ മനസ്സോടുകൂടി സ്വന്തമെന്ന് കരുതി ദൈവത്തെയും സഹോദരങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച ഈശോ. അപ്പൊ ഈശോ സ്നേഹിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കണം. ആ കൽപ്പനയാണ് ഈശോ ശിഷ്യന്മാർക്ക് അന്ന് നൽകിയത്. ഇന്നും ഈശോ നമ്മളോട് പറയുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. എന്താണ് ഈശോ പറയുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണ്ടേ? ഈശോ നമ്മളെ എങ്ങനെയാ സ്നേഹിച്ചത് നമുക്കറിയാം അല്ലെ. ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കണം. ആരെ സ്നേഹിക്കണം? നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കണം. വേണ്ടേ? ഈ കൽപ്പനകളെ എല്ലാം വിശദീകരിച്ച്, അതായത് 10 പ്രമാണങ്ങളെ നമ്മൾ 1-ാമത്തെ പാഠത്തിൽ തൊട്ട് പഠിക്കുന്നുണ്ട് ഇല്ലേ. 10 പ്രമാണങ്ങൾ ദൈവം മോശയിലൂടെ തന്നു അല്ലെ. മോശയിലൂടെ നൽകിയ ഈ 10 പ്രമാണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ഈശോ നമുക്ക് ആ പ്രമാണങ്ങളെല്ലാം അനുസരിക്കണം, അതിൻ്റെ എല്ലാം വിശദമായ രൂപം എങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിതത്തിൽ ആയിരിക്കേണ്ടത് എന്നെല്ലാം ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോഴും ഇതിൻ്റെ എല്ലാം കേന്ദ്രം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ ഒരു കാര്യം, ഈ 10 കൽപ്പനകളെ എല്ലാം ഈശോ അവസാനം അന്ത്യത്താഴ സമയത്ത് ഒരു കാര്യത്തിൽ ഒതുക്കി നിർത്തി. 10 പ്രമാണങ്ങളെ ഈശോ അവസാനം ഒരു ചെറിയ കാര്യത്തിൽ ഒതുക്കി നിർത്തി. അത് ഏതാ കാര്യം? സ്നേഹം അല്ലെ. ആ സ്നേഹം എന്നത് 2 തരത്തിലാണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ദൈവസ്നേഹവും സഹോദര സ്നേഹവും. ദൈവത്തെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം. പക്ഷെ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതാ ഈശോ പറഞ്ഞത്. അപ്പൊ ഈശോ നമ്മളെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈശോ പറയുന്ന വാക്ക് അനുസരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. ഈശോയുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഈശോയെ അനുസരിച്ച്, ഈശോയെ പൂർണ്ണ മനസ്സോടുകൂടി അനുസരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ പറയണമെങ്കിൽ, നമുക്ക് ഉറപ്പിച്ച് തീരുമാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശത്രുവാണോ മിത്രമാണോ, നമ്മളെ ഉപദ്രവിക്കുന്നവനാണോ ഉപദ്രവിക്കാത്തവനാണോ, അല്ലെങ്കിൽ നമ്മളെ ദ്വേഷിക്കുന്ന ഒരാളാണോ, നമ്മളെ വേദനിപ്പിക്കുന്ന ആളാണോ എന്നൊന്നും നോക്കാതെ എന്തു ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടു കൂടി സഹോദരങ്ങളെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നാൽ മാത്രമേ ഈശോയുടെ സ്നേഹത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ അല്ലേ. മാത്രമല്ല ഒരു ക്രിസ്ത്യാനിയാണ്, ഈശോയെ
അനുഗമിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ ഈശോയെ എന്നും സ്വീകരിക്കുന്ന ഒരാൾ, എൻ്റെ ജീവിതത്തിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഈശോ അല്ലേ, നമ്മുടെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി ഈശോയെ പൂർണ്ണമായി ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയല്ലേ? ഈശോയുടെ സ്നേഹത്തിന് ചില സവിശേഷതകളുണ്ട്. എന്താ ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ? എന്തൊക്കെയാ ഈശോയുടെ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ? അറിയാവോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് അറിയായിരിക്കും. എന്തൊക്കെയാ? സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ഈശോയുടേത്. എങ്ങനത്തെയാ? സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളോട് കൂടിയാണോ ഈശോ നമ്മളെ ഓരോരുത്തരെ സ്നേഹിച്ചത്? അങ്ങനെയായിരുന്നോ ഈശോ ജീവിച്ചത്? അല്ല, സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ഈശോയുടേത്. അതാണ് ഈശോയുടെ സ്നേഹത്തിന്റെ സവിശേഷത, ഒന്നാമത്തെ സവിശേഷത. പിന്നെന്താണ്? മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി സ്വയം സമർപ്പിക്കുന്ന സ്നേഹമാണ് ഈശോയുടേത്. എന്ന് പറഞ്ഞാലോ, ഈശോ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നോക്കാതെ എപ്പോഴും മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ആയിരുന്നത് അല്ലേ? അതെ. പിന്നെ എന്താണ്? ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന സ്നേഹമാണ് ഈശോയുടേത്. മൂന്നാമത്തെ കാര്യം, ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അല്ലേ, പൂർണ്ണ ഹൃദയത്തോടു കൂടി എല്ലാവരെയും ക്ഷമിച്ച് സ്നേഹിക്കുന്ന സ്നേഹം, അതാണ് ഈശോയുടേത്. പിന്നെ എന്താണ്? വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. എന്താണ്? പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും, വ്യക്തിപരമായ നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടല്ല ഈശോ ആരെ സ്നേഹിച്ചത് അല്ലേ? പിന്നെ എന്താണ്? ത്യാഗപൂർണമായ സ്നേഹം, പൂർണ്ണമായി എന്തും പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന സ്നേഹം. പിന്നെന്താണ്? എല്ലാവരെയും ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്ന സ്നേഹം. ഈശോ എന്നാ ചെയ്തേ? എല്ലാവരെയും പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് എത്തിക്കാനായി പരിശ്രമിക്കുകയല്ലേ ചെയ്തേ? അതെ. അപ്പൊ ഇതെല്ലാമാണ് ഈശോയുടെ സ്നേഹത്തിന്റെ സവിശേഷതകൾ. അപ്പൊ നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കണം? ഇപ്പൊ ഈശോയുടെ സ്നേഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി സ്വയം സമർപ്പിക്കുന്ന സ്നേഹം, സ്വാർത്ഥതയൊന്നുമില്ലാത്ത സ്നേഹം, ത്യാഗപൂർണമായ സ്നേഹം എന്നെല്ലാം നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ സ്നേഹവും എങ്ങനെയായിരിക്കണം? ഇപ്പൊ നമ്മൾ ഈ പഠിച്ച പോലെ ആയിരിക്കണം. അതായത് ഈശോയുടെ സ്നേഹത്തിന്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരായിട്ട് തീരും. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പൂർണ്ണമായിട്ട് ഈശോയുടെ സ്നേഹത്തിൽ എപ്പോഴും ആയിരിക്കാൻ, ആ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ഈശോയുടെ സ്നേഹത്തിന്റെ സവിശേഷതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറഞ്ഞു നിന്നാൽ മാത്രമേ ഒരു പരിശുദ്ധമായ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പരിശുദ്ധമായ ജീവിതം നയിക്കുന്നതോടൊപ്പം എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ലേ? വിശുദ്ധി നിറഞ്ഞവരായിട്ട് എപ്പോഴും ഈശോയുടെ ഒപ്പം ആയിരിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈശോയുടെ ഒപ്പം ആയിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈശോയുടെ സ്നേഹത്തിന്റെ സവിശേഷതകൾ നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ച ഈശോയുടെ സ്നേഹത്തിന്റെ സവിശേഷതകളെല്ലാം നമ്മുടെ ജീവിതത്തിലും പകർത്തി ഒരുമിച്ച് ഈശോയോടൊപ്പം സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. വേണ്ടേ? നമ്മുടെ പുസ്തകത്തിൽ ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ, നമ്മളിപ്പോൾ 12ാമത്തെ പാഠം ഇതോടുകൂടി തീരുവാണ്. നമ്മുടെ പുസ്തകത്തിൽ ബാക്കിയുള്ള ചോദ്യങ്ങളുണ്ട്, ബാക്കിയുള്ള 3 ചോദ്യങ്ങളും കൂടി ഉണ്ട്. അതിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ പഠിച്ചു. ഇപ്പോൾ പഠിച്ചതിൽ നിന്ന് നിങ്ങളത് എഴുതണം. അതുകൂടാതെ നമ്മുടെ പാഠം തീരുന്നിടത്ത് കാരുണ്യ പ്രവൃത്തികൾ 14 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശാരീരികങ്ങൾ 7, ആധ്യാത്മികങ്ങൾ 7 നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ചോദ്യങ്ങളുടെ കൂടെയുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോട്ട്ബുക്കിൽ അത് എഴുതി വെക്കണം. അത് ശാരീരികങ്ങൾ 7, ആധ്യാത്മികങ്ങൾ 7 വേറെ ആയിട്ട് തന്നെ എഴുതണം. 14 കാര്യങ്ങളും നന്നായി പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ. ഈ 14 കാര്യങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആ 14 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഓരോ കാര്യങ്ങളും പൂർണ്ണമായി ജീവിതത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് എല്ലാം നൽകി എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ കൂടെ ആയിരിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ചെറിയൊരു കാര്യത്തിലെങ്കിലും, ജീവിതത്തിൽ കടന്നു വന്ന ചെറിയ ചില സാഹചര്യങ്ങളിലെങ്കിലും ഈ കാരുണ്യ പ്രവൃത്തികളിൽ ചിലത് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് എപ്പോഴും കാരുണ്യ പ്രവൃത്തികൾ പഠിക്കണം. അതുപോലെ പഠിക്കുന്നതിലുപരി ജീവിതത്തിലേക്ക് അത് പകർത്താൻ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഈ കാരുണ്യ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരാവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്? നോട്ടിൽ എഴുതണം. നോട്ടിൽ പഠിച്ച കാര്യങ്ങൾ, ഇപ്പം നമ്മൾ പഠിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളെല്ലാം എഴുതണം. 12ാമത്തെ പാഠവും നമ്മൾ കഴിയുവാണ്. പാഠപുസ്തകം നന്നായിട്ട് വായിക്കണം. കാരുണ്യ പ്രവൃത്തികൾ 14 നോട്ടിൽ എഴുതി വെക്കണം, പഠിക്കണം. അതുപോലെ അതെന്നാ ചെയ്യണം? നന്നായിട്ട് ജീവിതത്തിൽ എപ്പോഴും അത് കൂട്ടായിട്ട് കൊണ്ട് നടക്കണം. ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം അതിനുവേണ്ടി പരമാവധി ഉപയോഗിക്കുന്നവരാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ ഈശോ നമ്മോടൊപ്പം ഉണ്ടാവുള്ളൂ അല്ലേ? ഈശോ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നേട്ടം? എന്തായിരിക്കും? ഈശോയുടെ കാര്യങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഈശോ പറഞ്ഞ വാക്കുകളെല്ലാം അനുസരിച്ച് ശത്രുക്കളെ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാത്തവരെ എല്ലാം സ്നേഹിച്ച് പൂർണ്ണ ഹൃദയത്തോടു കൂടി എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കുന്നവരായാൽ എന്താണ് എപ്പോഴും ഉണ്ടാവുക?
എപ്പോഴും ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ? ഈശോയുടെ ആത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. എപ്പോഴും അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുന്നോട്ട് ജീവിക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. പാഠപുസ്തകത്തിലെ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ എഴുതണം. നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകുപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കണേ. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കാരുണ്യത്തിന് മുൻപിലേക്ക് പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നല്ല ഈശോയെ, സഹോദരങ്ങളെ ശരിയായ രീതിയിൽ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും എല്ലാം പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിക്കണം കേട്ടോ. കാരുണ്യ പ്രവൃത്തികൾ 14 പഠിക്കണം. ഈ ഒരാഴ്ച കൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ 14 ഇതിനു മുൻപ് തന്നെ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിലും നന്നായിട്ട് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുൻപ് കാരുണ്യ പ്രവൃത്തികൾ 14 പഠിക്കണമെന്ന് മാത്രമല്ല, അതിലേതെങ്കിലുമൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരായിട്ട് മാറാനായിട്ട് ഓരോ ദിവസവും പരിശ്രമിക്കണം. എപ്പോഴും കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ അതിനായിട്ട് ഉപയോഗപ്പെടുത്തണം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.